ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് പായസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ഗോതമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പായസം തയ്യാറാക്കിയിരിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് കുത്തിച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഉമിയൊക്കെ കളഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ഗോതമ്പാണിത്. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം കുതിർന്നിട്ടുണ്ടെങ്കിൽ കുക്കറിലിടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗോതമ്പ് നമുക്ക് അലീസ് ഉണ്ടാക്കുന്ന ഗോതമ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതിന് ഉമി കളയണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇനി ഞാനത് മൊത്തത്തിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ഗോതമ്പിനേക്കാളും കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ വെള്ളം കുറച്ച് വെക്കുന്ന സമയത്ത് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 7 വിസിൽ വരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഞാനൊരു 7 വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ സമയം കൊണ്ട് ഞാനൊരു ശർക്കര പാനിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 അച്ച് ശർക്കര എടുക്കുന്നുണ്ട്. ശർക്കര നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരളവിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേറെ മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി വെച്ചെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ അങ്ങ് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഗോതമ്പ് കുക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈമൊന്നും കളയാതെ തന്നെ പെട്ടെന്ന് എടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. നമ്മൾ കുക്കറിലിട്ട് വെച്ചിരിക്കുന്ന ഗോതമ്പൊക്കെ നല്ല രീതിയിൽ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ശർക്കര പാനി മെൽറ്റായിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അതാ 7 മണിക്കൂറിന് ശേഷം നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ശർക്കര പാനി ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അരിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കരട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് കുറുക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ശർക്കരയൊക്കെ ഈ ഒരു ഗോതമ്പിൽ നല്ല രീതിയിലൊന്നങ്ങ് പിടിച്ച് കിട്ടണം കേട്ടോ. അതുപോലെ 2-3 മിനിറ്റ് നേരം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇനി തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ കട്ടിയുള്ളത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് കിട്ടിക്കോളും. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തോളും. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ തിളക്കാനായിട്ട് വെക്കണം കേട്ടോ. ജസ്റ്റ് ചെറിയൊരു ചൂട് വന്നിട്ട് ചെറിയൊരു ബബിൾസ് ഇങ്ങനെ വരില്ലേ, ഈ ഒരു പാകത്തിന് മാത്രം മതി. ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു നെയ്യിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നെയ്യിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ മൂത്ത് വരുന്ന സമയത്താണ് ഞാൻ കിസ്മിസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഒന്നിങ്ങ് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണിത്. അപ്പോൾ ഗോതമ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്